നമുക്ക് വളരെ പെട്ടെന്ന് മാനവീയ വീഥിയിലേക്ക് കൂടി ഒന്ന് പോകാം. തീർച്ചയായും. മാനവീയം വീഥിയിൽ ദിലീപ് എന്താണ് സംഭവിക്കുന്നത്? തിരുവനന്തപുരത്ത് ഏറ്റവും ആവേശം നിറഞ്ഞ കളികളുടെ സ്ക്രീനുകൾ നടക്കുന്ന ഒരു സ്ഥലമാണ് മാനവീയം വീഥി. എന്റെ ഉറക്കമില്ലാത്ത രാത്രിയാണ് കേട്ടോ. ഓടി ഓടി തളർന്നോ? ദിലീപ് പറന്നു നടക്കുവായിരുന്നു അല്ലേ? ദിലീപ് പറന്നു നടക്കുവാ. ദിലീപ് അവിടെ ആവേശം എത്രത്തോളം ഉണ്ട്? മാനവീയം വീഥിയിൽ കളി കാണാൻ വേണ്ടി അവിടെ എന്തൊക്കെ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്? ഉറപ്പായിട്ടും തീർച്ചയായും അശ്വതി ആൻഡ് അനൂപ് ഇവിടെ വളരെയധികം ആവേശത്തിലാണ്. കാരണം ഞാൻ ആദ്യം പൂജപ്പുരയായിരുന്നു. പൂജപ്പുര എന്നാണ് അല്പസമയം മുമ്പാണ് ഇപ്പോൾ ഞാൻ മാനവീയ വീതിയിൽ എത്തിയത്. എന്തായാലും വളരെയധികം ആവേശത്തിലാണ് ഫുട്ബോൾ പ്രേമികൾ. എന്തായാലും നമ്മൾ എത്തിയ ഉടനെ തന്നെ ഒട്ടനവധി പേർ ഇവിടെ ആവേശം കൊണ്ട് കൈയെടുത്ത് കാണിച്ചെന്നാൽ അവരടുത്ത് പോയേ. I'm excited! Argentina will win! Argentina! CR fans ഉണ്ടോ? CR7 ഉണ്ടോ? CR7 വേണ്ട ദിലീപ്. CR7 അത് വേണ്ട. CR7 ഉണ്ടോ? CR7 എന്തായാലും CR7 എന്താ നിലവിലെ ഫാൻസ് ഉണ്ട് ദിലീപ്. ഇന്നിപ്പോ അർജന്റീനൻ ഫാൻസിന്റെ ആര് ജയിക്കണം? മെസ്സി ജയിച്ചാൽ മതി. സ്പെയിൻ അല്ല അപ്പൊ എന്തായാലും CR7 ആണ്. എന്നെ പോലെ CR7 ഫാൻ ആണെങ്കിൽ പോലും മെസ്സി ജയിച്ചാൽ മതി എന്നൊരു ആവേശത്തോടാണ് അവർ പറയുന്നത്. എന്തായാലും ഒട്ടനവധി പേരുണ്ട് ഇവിടെ. ചേട്ടാ എങ്ങനെയാ? എത്ര ഗോളടിക്കാൻ പ്രതീക്ഷിക്കുന്നുണ്ട്? ഒരു പ്രതീക്ഷയില്ല. ആര് ജയിക്കുന്ന പ്രതീക്ഷിക്കുന്നത്? ആരെങ്കിലൊക്കെ ജയിക്കും ദിലീപ്. എന്തോന്ന് ദിലീപ്? ആരെങ്കിലും വിജയിച്ചാൽ മതി എന്നാണ് ചേട്ടന്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. എന്തായാലും ആരെങ്കിലൊക്കെ ജയിച്ചോട്ടെ എന്നാണ് ചേട്ടൻ പറയുന്നത്. ദിലീപിന്റെ 12 ആവാറായതോടുകൂടി ദിലീപിന്റെ റിലേ ഒക്കെ തെറ്റി തുടങ്ങി കേട്ടോ. അർജന്റീന ജയിക്കും. ഫാമോസ് അർജന്റീന. അർജന്റീന ജയിക്കുന്നു പ്രതീക്ഷിക്കുന്നു. എത്ര ഗോൾ? 2 ഗോൾ 2-1 ജയിക്കുന്നു. അതായത് ഇന്ന് പറഞ്ഞ എല്ലാ പേരും പറയുന്നത് 2 ഗോളും 3 ഗോളാണ് പറഞ്ഞത്. ചേട്ടാ ദിലീപ്, പ്രവചനങ്ങൾക്കൊക്കെ നമുക്കൊന്ന് അന്ത്യം കുറിക്കാനുള്ള സമയമായിരിക്കുകയാണ്. 12:30 ആവാറായിട്ട്. ദിലീപ് സമാധാനമായിട്ട് എവിടെയാണോ കളി കാണാൻ പോകുന്നത് അവിടെ പോയി സമാധാനമായിട്ട് കളി കാണൂ. ഞങ്ങളും കളി കാണാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം ദിലീപേ, താങ്ക് യു സോ മച്ച് ദിലീപ്.